ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ കാരമൽ പോപ്കോൺ ആണ് കേട്ടോ ചെയ്യുന്നത്. പാല് ചേർത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഓയിൽ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് 1/2 കപ്പ് പോപ്കോൺ സീഡ്സ് ചേർത്ത് കൊടുക്കുക. ഇതുപോലുള്ള ഡ്രൈഡ് ആയിട്ടുള്ള കോണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പും ഓയിലും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ നമ്മളിത് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. പിന്നെ നമ്മളിതിന് വേണ്ടി എടുക്കുന്ന പാത്രം ഒരു അടിക്കട്ടിയുള്ള പാത്രമാണ് കേട്ടോ ഇതിന് വേണ്ടി എടുക്കേണ്ടത്. പിന്നെ അതുപോലെ കുറച്ച് വലിയ പാത്രം എടുക്കുക. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് നിറഞ്ഞു പോകും. ഇതുപോലെ അടച്ചു വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ പൊട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കാരമൽ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു അടി കട്ടിയുള്ള പാൻ എടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇളക്കാതെ വെച്ചിരിക്കണം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിട്ട് വെക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടിക്കോളും. പിന്നെ ഇനി ഒരു 5 മിനിറ്റും കൂടെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര കരിഞ്ഞു പോകും. പഞ്ചസാര കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിക്കുന്ന സമയത്ത് പഞ്ചസാര ഇതുപോലെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ അത് റെഡിയായി കിട്ടിക്കോളും. ഇത് നല്ല തിക്കായി കിട്ടുന്നവരെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 7 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്നവരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പോപ്കോൺ ഇതുപോലുള്ള ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ചൂടോടുകൂടെ തന്നെ ഈ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ പോപ്കോണിൻ്റെ മേലെ ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പാലൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളി കാരമൽ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ. തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്